അനുഗ്രഹങ്ങൾ എത്രയാണ് പടച്ചവൻ സുബ്ഹാനഹു വ തആല നമുക്ക് വാരി കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹങ്ങളെ ഒരു നിലക്കുള്ള കുറവുമില്ലാതെ കൃത്യമായി നമ്മൾ അനുഭവിച്ചു തീർക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ഒരുപാട് ആഡംബര ജീവിതം നമ്മൾ നിർമ്മിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്തൊക്കെയോ മറന്നുപോവുകയാണ്. വിശുദ്ധ ഖുർആൻ ചുമക്കുകയാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞ പ്രഖ്യാപനം ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ഓ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ പ്രഖ്യാപിക്കണം ഈ സമൂഹത്തോട്. ഖിയാമത്ത് നാൾ വരാനുള്ള ഈ ലോകത്തുള്ള ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള കടലുടെ പഞ്ചായത്തിലുള്ള കടലുടെ മഹല്ല് നിവാസികൾ അടക്കമുള്ള എല്ലാവരോടും തങ്ങൾ പ്രഖ്യാപിക്കണം. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? ഇന്നൽ മൗത, അതേ മരണം. ലോകത്തെല്ലാവരും തർക്കിക്കാത്ത വിഷയം എന്താണ്? എല്ലാ വിഷയത്തിലും തർക്കം. ഈ ലോകത്തിന്റെ ഒരു സൃഷ്ടാവുണ്ടോ ഇല്ലയോ? ചിലർ പറയുന്നത് ഇതിനൊരു ദൈവമുണ്ട്, ഇതിനൊരു കാര്യപ്പെട്ട സൃഷ്ടാവുണ്ട്, ചിലർ ഇല്ല. അങ്ങനെ ദൈവം സ്വന്തമായി ഒക്കെ പഠിച്ചതാണ്. അല്ലാഹു ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ വരെ ലോകം വലിയ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മരണത്തിൽ ഒരാളും പിന്നെ വരെ തർക്കിച്ചിട്ടില്ല. ലോകത്ത് മരണത്തിന്റെ യാഥാർത്ഥ്യതയെ കുറിച്ച് രണ്ടഭിപ്രായം ഉയർന്നു കേട്ട ഒരു നാട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഓ മനുഷ്യരെ, മരണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ? തഫിറൂന മിൻഹു, ആ മരണത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഓടിയൊളിക്കുകയാണ്. മരണം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ബേജാറാണ്. കാരണം എന്താ? ഇപ്പൊ 100ന്റെ ബലം പെട്ടെന്നടിച്ചു പോകുന്നത് വലിയ ആളുകളാണ്. ഒരു കണക്കാണ് പഴയ കാലത്തൊക്കെ കുറച്ച് പ്രായ ആളുകളാണ് കൂടുതലായി മരിച്ചു പോകുന്നത്. അവർക്ക് കുറെ സമയം കിട്ടിയിരുന്നത് തോപ ചെയ്യാം. അവർക്ക് അല്ലാഹുവിനെ വിളിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താ? ബൈക്ക് ഉഷാറായി ആ ബൈക്ക് അടിച്ച് പൊള്ളിച്ച് അങ്ങ് തീർത്ത് നടക്കുകയാണ് വീടുകൾ. അപ്പൊ 100ന്റെ ബലം അടിച്ചു പോകുന്നത് പോലെ നിമിഷ നേരം കൊണ്ടല്ലേ ചെറുപ്പക്കാരുള്ളത്. ആ മരണത്തെ കുറിച്ച് നിങ്ങൾ എന്റെ ആലോചിക്കാത്തത്? നിങ്ങൾ ഓടിക്കുന്ന ആ മരണമുണ്ടല്ലോ, തീർച്ചയായും ആ മരണം നിങ്ങളെ വന്ന് പിടികൂടുക തന്നെ ചെയ്യും. അതിനൊരു സംശയവുമില്ല. നമ്മളൊക്കെ മരണത്തിന്റെ ശേഷമാണ് യഥാർത്ഥ ജീവിതം എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ വിളിക്കുന്നത്, സ്വലാത്തിന് വരുന്നത്, എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പിന്നീട് ഈ ലോകത്തെ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ നാഥനായ ഹാരിക്കായ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ മടങ്ങി ചെല്ലാനുള്ളത് എന്ന താക്കീത് നബിയെ എല്ലാവരോടും നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും നമ്മൾ പ്രഖ്യാപിക്കണമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരോട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ഭൂമിയിലാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ റസൂൽ പഠിപ്പിച്ചതുപോലെ കൽപ്പിച്ച കൽപ്പനകളിൽ 10-1 നിർവഹിക്കാനുള്ള ഒരു ഉടനമായ ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? മരിക്കുന്നു, പോകുന്നു, നാളെ കബറി കടന്നു കളി നമ്മുടെ അവസ്ഥ വന്നതാണ്. അതുകൊണ്ട് 10-1 ജീവിതത്തിൽ എന്തെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയണം. പടച്ചറബിന്റെ പൊരുത്തം അത് നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. നമ്മൾ വാശി മാറ്റുക. അതിനുവേണ്ടി എന്താ ചെയ്യാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ഈ മഹലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തൗഫീഖാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ ഇതുപോലെ ചരിത്രഹിതമായ മഹല്ല് അക്ഷരാർത്ഥത്തിൽ തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തയ്യാറെടുപ്പുള്ള പണ്ഡിതന്മാർ ഈ ലോകത്തിനെ തിളങ്ങി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു നസീഹത്ത് കേൾക്കാൻ വേണ്ടി ആളുകൾ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപ്രകാരം അവരുടെ സഹോദരന്മാർ
ദീനി ഇസ്ലാമിക അവതാരണ രംഗത്ത് പ്രബോധന രംഗത്ത് പ്രോത്സാഹിക്കുന്ന വെള്ളി നക്ഷത്രങ്ങളായി അവർ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള മഹാന്മാരുടെ സാന്നിധ്യം തീർച്ചയായും നമ്മുടെ മഹലിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ നിങ്ങളും ഓരോരുത്തരും മനസ്സിലാക്കുക. ഇവിടെ ഈ കടലിലേക്ക് വരുന്നവരുടെ മുമ്പ് 5 തവണ ഈ സ്വലാത്തിൽ പങ്കെടുക്കാൻ 5 തവണ പ്രസംഗിക്കാനും കഴിഞ്ഞവരാണ് സാധുവായി ഓടിയത്. അൽഹംദുലില്ലാഹ് അന്നൊക്കെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് പള്ളികൾ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ള പുറത്തെ പള്ളിയിലേക്ക് ആളുകൾ തിങ്ങിയിട്ട് അവിടുന്ന് തങ്ങളവരുടെ ആളുകളെ ഉള്ളിലേക്ക് കയറ്റുന്ന രംഗം നല്ല ഓർമ്മ അൽഹംദുലില്ലാ ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്ന് മാറുന്നില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ അടുത്ത കുറച്ച് മാസങ്ങളായി നമ്മുടെ പള്ളിയിലേക്ക് ആളുകൾ വരാൻ വളരെ വിസമ്മതം. എന്താണെന്ന് അറിയില്ല, തിരക്കാണോ എന്താണെങ്കിലും അല്ലാന്റെ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. എല്ലാം നിങ്ങൾക്ക് തിരക്കൊന്നും ചെയ്യാനുള്ള സമയമായില്ലേ? ബിസിയാണോ? അല്ല ചോദിക്കുകയാണ്. നിരന്തരമായ ബിസി, ആ ബിസി കൊണ്ട് നിങ്ങൾ ഇബാദത്തിൽ നിന്ന് പിന്തുകയാണോ? എത്ര ബിസി പറഞ്ഞാൽ അവസാനം എന്റെയും നിങ്ങളുടെയും ഒക്കെ ആ കബർക്ക് പോകുമ്പോൾ അന്ന് നമ്മൾ ബിസി എല്ലാം ചെയ്യും. അന്ന് നമ്മൾ ഫ്രീ ആണ്. അന്ന് ആ കബറിൽ കൊണ്ടുവന്ന് നമ്മളെ ഇറക്കി വെച്ച് ഓടുകയിൽ വെച്ച് ആളുകൾ തിരിഞ്ഞു പോയി. പിന്നെ മോനെ നിൽക്കുന്നുണ്ടാവും കുറച്ച് സ്മരണകൾ 40 അത് കഴിഞ്ഞു. പിന്നെ ആണ്ട് വന്നാൽ പിന്നെ നമുക്ക് ആ മണ്ണറയിൽ കിടന്നുകൊണ്ട് നമ്മളെങ്ങനെ ഫ്രീ ആയിരിക്കല്ലേ? ഈ ഫ്രീ ആയ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട മൂല്യങ്ങളെ നമുക്ക് ഒരുപാട് സ്വർഗീയ ഭക്ഷണം കഴിക്കണ്ടേ, സ്വർഗീയ പാനം കുടിക്കണ്ടേ, സ്വർഗീയ വിരുന്നുകളിൽ നമുക്ക് രസിക്കണ്ടേ. അതിന് ഈ സമയത്ത് ആ ഫ്രീ ആയ സമയത്ത് എന്തെങ്കിലും ഇല്ലാതെ ഇവിടത്തെ കുറച്ച് ബിസിയൊക്കെ മാറ്റി വെച്ചറിയാം. അതുകൊണ്ട് അതിന്റെ മൂല്യങ്ങളുടെ പറയാനുള്ളത് നമ്മുടെ സ്വലാത്ത്, നമ്മുടെ തഹ്ലീൽ മജ്‌ലിസ്, നമ്മുടെ ഖുർആൻ ക്ലാസ്, നമ്മുടെ മഹല്ലിന്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ സജീവമാക്കേണ്ടത് അത് എന്റെയോ കമ്മിറ്റിക്കാരുടെയോ ഈ പള്ളികളുടെ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ ഖബറിലേക്ക് പോകാനുള്ളവരാണ്. നാളെ കാണുന്നില്ല, നാളെ നമ്മളെ മറ്റന്നാൾ കാണുന്നില്ല. നേരെ സലാം പറഞ്ഞ വിവരങ്ങളൊക്കെ ചോദിച്ച് നല്ല ഉഷാറായി സംസാരിച്ച് പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് മരിച്ചു ഒരു കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് തീർച്ചയായും പെട്ടെന്നുള്ള മരണം അത് ഖിയാമത്ത് നാളിലാണ്. അപ്പൊ നിങ്ങൾ നോക്കി പെട്ടെന്ന് ആളുകൾ മരണത്തിൽ പോകുന്നത് അത് ഖിയാമത്ത് നാളിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇവിടെ ഗ്യാരണ്ടിയില്ല, ഒരാൾക്കും ഇവിടെ ഗ്യാരണ്ടിയില്ല. മനുഷ്യൻ ഗ്യാരണ്ടി കൊടുക്കുന്നവരാണ്, പക്ഷേ എനിക്ക് എത്ര ഗ്യാരണ്ടി എന്ന് പറയാൻ മനുഷ്യന് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് പ്രസംഗം പൂർത്തിയാകുന്ന എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ അല്ലാതെ കീഴിലുള്ള കാര്യം. പക്ഷേ ഒരു മുഖ്യനായ മനുഷ്യനെ എപ്പോഴും മരണത്തെ സംബന്ധിച്ച് മരിക്കണമെന്ന ബോധത്തോടു കൂടി ആയിരിക്കണം ചിന്താഗതി. എപ്പോഴാണ് ഇപ്പൊ റെഡിയാണോ, ഞാൻ റെഡിയാണ് എന്നൊരു ആത്മീയമായ ഒരു മനസ്സ് അല്ല. നമുക്കെന്താണുള്ളത്? സുബഹിക്ക് എഴുന്നേറ്റ് ഇശാബിന്റെ നിസ്കാരം മാത്രമായിട്ട് മുന്നിൽ ചിന്തിച്ചു നോക്കി എന്താ നമ്മുടെ അവസ്ഥ? സുബഹിയ മൊബൈലുമായി ജമാഅത്തുണ്ടോ? ഞാൻ അടക്കമുള്ള മോഹിനികളെ ചിന്തിക്കാൻ വേണ്ടി അറിയാം. നമ്മുടെ ജമാഅത്ത് കിട്ടിയാൽ തന്നെ എന്താ നമ്മുടെ ജമാഅത്തിന്റെ അവസ്ഥ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു തആല ചെയ്തു തരുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് 1000 കോടി ഒരംശം കൊണ്ട് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഖിയാമത്ത് നാൾ വരെ സുജൂദിലായിരിക്കും. അപ്പോ ഈ മഹാന്മാരൊക്കെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്കൊരു നാണമെന്ന് പറയുന്ന ഒരു സംഗതിയില്ലേ? എങ്ങനത്തെ മഹാന്മാരാണ്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റിപ്പബ്ലിക്കിന്റെ 5ാം ഖലീഫയാണ്. മഹാനവറുകൾ അല്ലാഹുവിനെ പേടിക്കുന്നത് എത്രയാണ് മുഅ്മിനീങ്ങളെ? പൊതുഖജനാവിൽ നിന്ന് സുഗന്ധം വാരി കൊടുക്കുമ്പോൾ മൂക്ക് കൂട്ടിയിട്ടാണ് മഹാനവറുകൾ സുഗന്ധം കൊടുക്കുന്നത്. ഈ പൊതുഖജനാവിലെ സുഗന്ധത്തിൽ നിന്ന് ഞാൻ വിതരണം ചെയ്യുമ്പോൾ ഈ സുഗന്ധത്തിൽ നിന്ന് ഏതൊരു മനുഷ്യനും പ്രതീക്ഷിക്കുന്നത് അതിന്റെ സുഗന്ധമാണ്, അതിന്റെ ദ്രാവകരൂപമില്ല. അതുകൊണ്ട് ഈ സുഗന്ധം വിതരണം ചെയ്യുന്ന സമയത്ത് പൊതുഖജനാവിലെ പൊതുമുതലാവുന്ന ഈ വസ്തു ഞാൻ അതിന്റെ വാസന ആസ്വദിച്ചു കഴിഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ അതിന്റെ മറുപടി പറയേണ്ടി വരുന്നവനാണല്ലോ എന്ന് ചിന്തിച്ചു
കുടിച്ചുകൊണ്ട് ആ സുഗന്ധം കോരിക്കൊടുത്തുകൊണ്ട് സ്വർഗത്തിന്റെ മുന്നണി പോരാളികളിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നീട്ടി വാഴ്ന്നു ഉഷാറാണ്. ഞാനടക്കമുള്ള നല്ല ഉഷാറാണ്. ഇതാണ് സ്വർഗത്തിലേക്ക് പോയ മഹാന്മാർ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഈ മഹാന്മാര് പോയ സ്വർഗത്തിന്റെ നാളെ ആകത്തേക്ക് പോകുമ്പോ പഠിച്ചോനെ ഞാൻ പറയാൻ ഒരു കുറച്ച് നാളെ നമുക്ക് വേണമല്ലോ. സ്വർഗത്തിലേക്ക് പോയ മഹാന്മാർ ഇത്രയും വലിയ മഹാന്മാർ, ഈ മഹാന്മാരായ ആളുകളാണുള്ള സ്വർഗം ഒരുക്കിച്ചിട്ടുള്ളത്. ഇതിന്റെ അടുത്തില്ല, നാലപ്പതില്ല, 1000 പോലും എത്താത്ത നമ്മൾ എനിക്കും പണമൊക്കെ സ്വർഗം, എനിക്കും വല്ലാത്ത ബോധ്യമുണ്ട്. അപ്പൊ അല്ലാഹു തആല ചോദിക്കുക, ഇങ്ങനെയുള്ള ആളുകളാണ് സ്വർഗത്തിലുള്ളത്, നീ എന്താ ചെയ്തത്, എന്തൊക്കെ ജീവിതത്തിൽ ഒരുക്കി വെച്ചത് എന്ന് അല്ലാഹു തആല ചോദിച്ചാൽ നിങ്ങൾ അന്ന് ആ കോടതിയിൽ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ പോലും ശത്രുക്കൾ അടക്കം കളവ് പറയില്ലെന്നല്ല, കളവാണെന്ന് സംശയം ജനിക്കുന്ന പദം പോലും ഇല്ലെന്ന് ഐക്യകണ്ടേ എന്ന ശത്രുക്കൾ അടക്കം അംഗീകരിച്ച ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ആ അവസ്ഥയിലേക്ക് അല്ലാഹുവോട് പറയുന്നത് പഠിച്ചോനെ, ഞാൻ സ്നേഹിച്ചവരാണ്, ഞാൻ അന്റെ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മജ്‌ലിസിനെ സ്നേഹിച്ചവനാണ്. ഞാൻ ഒന്നുമില്ലെങ്കിൽ പഠിച്ചോനെ ഈ കാലഘട്ടത്തിൽ 5 മിനിറ്റ് നിസ്കാരം കൃത്യമായി ജമാഅത്ത് നമസ്കരിച്ചവനാണ്. അതുകൊണ്ടെങ്കിലും പഠിച്ചോനെ എന്റെ അറിവുകൊണ്ട് ഈ മഹാന്മാർ കൊണ്ട് പക്കത്തോട് എന്ന് പറയാനുള്ള ഒരു മറുപടി സമയത്ത് എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം. എന്താ ആർക്കും ഗ്യാരണ്ടി? ഇപ്പൊ നോക്കിയാൽ 2 ദിവസം കൊണ്ട് നല്ല രാജാവാണ് മാറേണ്ട ആൾക്കാരുടെ 1500 എവിടെ കൊടുക്കണം? അടലാസിന്റെ അത് ഭൗതികമായി ഇതിനൊക്കെ മോഹിനികൾ ചിന്തിക്കേണ്ട വിഷയമാണ്. തമാശകളൊക്കെ ഒരുപാട് തമാശകളാണ്. നാളെ വിമാനത്തിലാകുമ്പോൾ 500 നോട്ടിട്ട് മാറ്റി 400 എടുക്കുന്ന പോലീസ് കാരണം നമ്മൾ പ്രത്യേക സുപ്രഭാതത്തിൽ കണ്ടൊരു മാറ്റം അപ്പൊ അതാണ് ഞങ്ങൾ അജസ്താനിൽ മനസ്സിലാക്കി തമാശയായിട്ട് വേണ്ട ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളെല്ലാവരും ഓരോരുത്തരും തീരുമാനിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സാധാരണ അങ്ങനായ തങ്ങൾ അവരെ ബുക്ക് ചെയ്യാൻ വേണ്ടി അവരൊക്കെ അജനങ്ങളിൽ നിന്ന് വരുന്ന ഒരു നസീഹത്തൊന്ന് കേൾക്കാൻ വേണ്ടി 5 മാസം 7 മാസം കൊണ്ട് തങ്ങൾ എപ്പോഴാണ് ഡേറ്റ്? 4 മാസം ഡേറ്റ് അത് 5 മാസത്തിലുണ്ടാവും. എപ്പോഴാണ് തങ്ങളുടെ സൗകര്യം? അതൊക്കെ പറഞ്ഞ് അവർ 4-3 മാസങ്ങൾ കൊണ്ട് നോട്ടീസ് അടിച്ച് അതിനുള്ള പ്രചരണങ്ങളൊക്കെ അവർ ചെയ്ത് എക്സ്പോർട്ടുകൾ വെച്ച് അതേപ്രകാരം എല്ലാ സംവിധാനങ്ങളും തയ്യാറെടുപ്പുകളും നടത്തി അവർ അവർക്ക് വേണ്ടി നമ്മുടെ മഹലിന്റെ കാലയായ നമ്മുടെ മഹലിന്റെ പ്രസിഡന്റായ ഒരുപാട് കാലം ആ തണലിലായി ജീവിക്കാൻ സൗഖ്യമായി